ഹരി ഓം. ദശകം 66, ശ്ലോകം 7. വാസോഹരണദിനേ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോരസവിവശ സ്വാന്താനാം കാന്തസുഭ്രുവാമദദ്ധാഃ. ഒക്കെ വളരെ എളുപ്പമാണ് പദച്ഛേദമൊക്കെ. വാസോഹരണ ദിനേ യത് വാസോഹരണം, അതാണ് യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശ സ്വാന്താനാം കാന്ത സുഭ്രുവാമദദ്ധാഃ. വാസോഹരണദിനേ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോരസവിവശ സ്വാന്താനാം കാന്തസുഭ്രുവാമദദ്ധാഃ. ശ്ലോകം 7 അന്വയവും അർത്ഥവും. ഹേ വിഭോ രസവിവശ സ്വാന്താനാം സുഭ്രുവാം കാന്ത ത്വയാ വാസോഹരണദിനേ താസാം യത് വാസോഹരണം പ്രതിശ്രുതം താസാം തദപി അദദ്ധാഃ. ഹേ വിഭോ, സംബോധന. അല്ലയോ വിഭോ, രസവിവശ സ്വാന്താനാം സുഭ്രുവാം. രസവിവശ സ്വാന്താനാം, രസപരവശമായ മനസ്സുള്ളവരായ ആ സുന്ദരിമാർക്ക് കാന്തനുമായ അല്ലയോ ഭഗവാനെ. അപ്പം ഹേ വിഭോ, വിഭുവും രസപരവശമായ മനസ്സുള്ളവരായ ആ സുന്ദരിമാർക്ക് കാന്തനുമായ അല്ലയോ ഭഗവാനെ, ത്വയാ അങ്ങയാൽ വാസോഹരണദിനേ, ആ വസ്ത്രാപഹാരം നടന്ന ദിവസം. എന്നാണ് വസ്ത്രാപഹാരം നടന്നത്? ആ കാത്യായനി വ്രതത്തിൻ്റെ അവസാനത്തെ ദിവസം അവർ കുളിക്കുവാൻ ഇറങ്ങുമ്പോൾ ഭഗവാൻ വസ്ത്രമെല്ലാം അപഹരിച്ച് മരത്തിൻ്റെ മുകളിൽ പോയി ഇരുന്നില്ലേ? അങ്ങനെ ആ വസ്ത്രാപഹാരം നടന്ന ദിവസം താസാം, അവർക്ക് യത് വാസോഹരണം പ്രതിശ്രുതം, യാതൊരു വാസോഹരണം പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ. ഇവിടെ രണ്ടാമത്തെ വാസോഹരണം എന്ന് പറഞ്ഞാൽ വസ്ത്രാക്ഷേപം എന്ന് വെച്ചാൽ വസ്ത്രാക്ഷേപം അവരോട് പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നു. അവരോട് രമിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നു ഭഗവാൻ. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്, വസ്ത്രാപഹാരം നടന്ന ദിവസം അവർക്ക് യാതൊരു വാസോഹരണം വസ്ത്രാക്ഷേപം പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ. താസാം തദപി അദദ്ധാഃ, അതും ഇപ്പോൾ അവർക്ക് അനുഭൂതമാക്കി കൊടുക്കപ്പെട്ടു. അല്ലയോ വിഭോ, കാത്യായനി വ്രതത്തിൻ്റെ അവസാന ദിവസം ഗോപികമാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച ഭഗവാനാൽ യാതൊരു വസ്ത്രാക്ഷേപം പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ, അതും ഇപ്പോൾ ആ മന്മഥരസത്തിന് അധീനമായ മനസ്സോടുകൂടിയ ആ സുന്ദരിമാരായ ഗോപികൾക്ക് അവരുടെ കാന്തനായ നിന്തിരുവടി അനുഭൂതമാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആ കേവലം പ്രതിജ്ഞാനിർവഹണാർത്ഥമാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഈ പരമാത്മാവായ ഭഗവാൻ നിസ്സംഗനാണല്ലോ. വാസോഹരണദിനേ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോരസവിവശ സ്വാന്താനാം കാന്ത സുഭ്രുവാമദദ്ധാഃ.